നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഒരു പ്രത്യേകം അറിയിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് പൂജ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് മുതൽ പുനരാരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഇപ്പോഴും ഉദയാസ്തമയ പൂജയെ കുറിച്ചിട്ട് കാര്യമായിട്ട് അങ്ങനെ അറിയാത്തവരുണ്ടായിരിക്കും. കുറേ പേര് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട്. എന്നാലും അറിയാത്തവർക്കായിട്ട് നമ്മൾ ആദ്യം ഉദയാസ്തമന പൂജയെ കുറിച്ചിട്ടാണ് പറയണത്. എന്നിട്ടാണ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നത് കേട്ടോ. ഈ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണല്ലോ പൂജ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഹോളിഡേയ്സ്, പബ്ലിക് ഹോളിഡേയ്സ് വരുന്നുണ്ടെങ്കിൽ അന്ന് പൂജ ഉണ്ടായിരിക്കില്ല. അല്ലാതെയുള്ള തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത് കേട്ടോ. ഇപ്പം തിങ്കളാഴ്ച പൂജയുണ്ടെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അരിയളവിനാണ് പ്രാധാന്യം കേട്ടോ. അപ്പം തലേ ദിവസം ദീപാരാധനയും പിന്നെ ഗണപതിക്ക് ഒരു നീതിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അരിയളവ് നടത്തുക. അത് പത്തുകാർ വാര്യരും അവരെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഊഴമനുസരിച്ച് ഈ അരിയളവ് നടത്തുന്നത്. അപ്പോൾ ആരാണോ ഉദയാസ്തമന പൂജയ്ക്ക് ഷീട്ടാക്കിയിരിക്കുന്നത് അവരുടെ സാന്നിധ്യത്തിൽ അവരുണ്ടായിരിക്കും. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അനുവാദം വാങ്ങിയിട്ട്, പിന്നെ തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഓദിക്കന്മാർ, പിന്നെ ക്ഷേത്രം ഊരാളൻ, ദേവസ്വം അധികാരികൾ, പിന്നെ ഭക്തർ, ഇവരോടൊക്കെ അനുവാദം വാങ്ങിയിട്ടാണ് ഈ അരി അളക്കൽ ചടങ്ങ് നടത്തുന്നത് കേട്ടോ. അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അളന്നെടുത്ത അരി കൊണ്ടാണ് അന്നത്തെ അത്താഴ പൂജയുടെ നേദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ മുതലാണ് ഒരു ഉദയാസ്തമന പൂജ ആരംഭിക്കുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നിർമാല്യം, ഉഷപൂജ, അതിനുശേഷം 15 വിശേഷാൽ പൂജകളുണ്ട്. ഇത് അവസാനിക്കുന്നത് രാവിലെ ഏകദേശം ഒരു 11:00 കൂടിയിട്ട് പന്തീരടി പൂജയോട് കൂടിയിട്ടാണ് അവസാനിക്കുക. പിന്നെയാണ് ഉച്ചപൂജ വരുന്നത്. പിന്നെ വൈകുന്നേരം ഇത് രാത്രി സമയത്ത് അത്താഴ പൂജ ഉണ്ട്, തൃപ്പുകയുണ്ട്, വിളക്കെഴുന്നള്ളിപ്പ് കണ്ട് തൃപ്പുകയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ദിവസത്തെ പൂജകളും ചടങ്ങുകളും ഒക്കെ വരുന്നത്. ഇതിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞ ഉടനെ ഈ ആരാണോ ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയിരിക്കുന്നത് അവർ നടക്കൽ പണം വെച്ചിട്ട് തൊഴും. പിന്നെ ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് തൃപ്പുകയും കണ്ട് തൊഴുന്നതിന് ശേഷമാണ് ഒരു ദിവസത്തെ ആ ഒരു ഉദയാസ്തമന പൂജയ്ക്ക് അവസാനം ആകുന്നത് കേട്ടോ. വാസ്തവത്തിൽ പിറ്റേ ദിവസം ശ്രീഭൂതബലിയും കൂടെ കഴിഞ്ഞാലാണ് ഒരു ഉദയാസ്തമന പൂജ അവസാനിക്കുക. ഈ ശ്രീഭൂതബലിയും ഉദയാസ്തമന പൂജയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലെ പൂജ നടത്തുന്നത് കേട്ടോ. തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ബുധനേ ഉള്ളൂ. കാരണം ഈ തിങ്കളാഴ്ച പൂജ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശ്രീഭൂതബലി ആയിരിക്കും. അതുകൊണ്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ നടത്തുന്നത്. അപ്പം ഇതാണ് ഉദയാസ്തമന പൂജയെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭഗവാന്റെ അതേപോലെ ഭഗവതി അമ്മയുടെ ഇന്നലെ മകരച്ചൊവ്വയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ വിശേഷപ്പെട്ട അലങ്കാരമൊക്കെ ആയിരുന്നു. പിന്നെ ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്തരുടെ കുറച്ച് സംശയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചെറിയൊരു ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. നന്നേ ചെറിയൊരു ഉണ്ണിയാണ്. ഒരു 2 വയസ്സിനുള്ളിലേ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വലത്തെ കയ്യിൽ കദളിപ്പഴം പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ സോപാനന്തൊഴിലാണ് കിട്ടിയത്. കുറച്ച് തിരക്കിത്തിരി കുറഞ്ഞ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സോപാനന്തൊഴിലായിരുന്നു. ഭഗവാനെ അടുത്ത് നിന്ന് കാണാനായിട്ടും സാധിച്ചു. നല്ല ഭംഗിയിൽ ഭഗവാനെ ഒരുക്കിയിട്ടുണ്ട്. ആ ചിരിക്കൊക്കെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ആ ചുണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ചാർത്തിയിരിക്കുന്നത്. അത് എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മുഖഭാവത്തിൽ. ഇന്നലെ 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ആദ്യത്തേതിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നത്തെ മാലയിലെ തെച്ചിയും നന്ദ്യാർവട്ടമാണ്. പിന്നത്തേതിൽ തെച്ചി മാത്രമാണ് കുറച്ചിട്ടുള്ളൂ. പിന്നെ 2 ഉണ്ടമാലകളുണ്ട് കേട്ടോ. ആദ്യം നല്ല തടിച്ചു വന്നിട്ടുള്ളൊരു ഉണ്ടമാലയാണ്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചി തുളസി അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. അതിന് നടുക്കാണ് ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊരു ഗോപീതിലകുണ്ട്. വലിയ കാതുപൂക്കളാണ്. ചുണ്ടിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചുണ്ടുപിടുത്തം അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഈ കഴുത്തിലൊരു ഗോപീതിലകുണ്ട്. പിന്നെ തോളുകളിലാണ് 2 തിലകം വെച്ചിരിക്കുന്നത്. ഗോപീതിലകി അതേ കമ്മലിൻ്റെ തൊട്ട് താഴെ കാരണം തൂക്ക് കമ്മലാണോ എന്ന് തോന്നിപ്പോകും കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ 2 കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴലുണ്ട്, വലത്തെ കൈയിൽ
വെണ്ണൂറിലെ അല്ലാട്ടോ കദളിപ്പഴ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഭഗവാന് പ്രിയപ്പെട്ടതാ. അപ്പൊ ഇങ്ങനെ അലങ്കരിക്കുന്ന ഒരു സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകൂല കുട്ടികള്. അപ്പൊ ചില ദിവസം വെണ്ണ കൊടുക്കും, ചില ദിവസം കദളിപ്പഴം കൊടുക്കും. അപ്പൊ ഈ കുഞ്ഞു കൈകളിൽ ഒരു കുഞ്ഞു പഴുത്ത കദളിപ്പഴമൊക്കെ ഇരിക്കുന്നത് കാണാനും നല്ല ഭംഗിയല്ലേ. ആ രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അമ്മ ഇങ്ങനെ ഒരുക്കാനായിട്ട് നിന്ന് കാട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് കഴിക്കാനായിട്ട് എന്നുള്ള ഒരു ഭാവത്തിൽ. അതാണെന്ന് തോന്നുന്നു ആ ഒരു പ്രത്യേക ചുണ്ടുപിടുത്തമൊക്കെ ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞിക്കാലുകളിൽ നന്നായിട്ട് തിളങ്ങുന്ന കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ആ മിടുക്കനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഓടക്കുഴലും കദളിപ്പഴവും ഒക്കെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണീനെ നമസ്കരിച്ചിട്ട് നേരെ തിരിക്കുന്നത് ഗണപതിയെ തൊഴാനാണ് കേട്ടോ. ഗണപതി ഇന്നലെ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ മകരച്ചൊവ്വ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് മുഖത്ത് കാണാം, അലങ്കാരങ്ങളിലും കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള അലങ്കാരമായിരുന്നു. ഉടയാടയാണെങ്കിലും മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്, കുറച്ച് വലിപ്പമുള്ള ഉടയാട. പിന്നെ അരയിൽ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട്. അതിന്റെ അരികിലൊക്കെ ആയിട്ട് കസവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വേറൊരു ചുവന്ന പട്ടുകൊണ്ട് ഒരു ഉത്തരീയം പോലെ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സ്വരൂപം പോലെയാണ് തോന്നിപ്പിക്കുന്നത് കേട്ടോ. ഉണ്ണി ഗണപതി ഒന്നുമല്ല, വലിയൊരു ഗണപതിയായിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുക. നന്നായി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. കഴുത്തിലൊരു മാലയുണ്ട്, നല്ല വീതിയുള്ള ചുവപ്പും പച്ചയും കല്ലുകൾ, പിന്നെ അടിയിൽ സ്വർണ്ണമണികളൊക്കെ തൂങ്ങി കിടക്കുന്ന നല്ല വീതിയുള്ള ഒരു മാലയാണ് കഴുത്തിലണിഞ്ഞിരിക്കുന്നത്. തുമ്പയിൽ ഒരു ലഡു പോലെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊരു നല്ല ചുവന്ന നിറത്തിലാണ് തോന്നുക. പിന്നെ അത് കൂടാതെ നെറ്റി തടത്തില് ആദ്യം ഒരു ചുവന്ന പൊട്ടുണ്ട്, പിന്നെ ഒരു മാലയാണ്. അത് വലിയൊരു ലോക്കറ്റുള്ള ഒരു മാല, അതിന് നെറ്റിപ്പട്ടം പോലെ ഇങ്ങനെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. അതിന് മുകളിലായിട്ട് പിന്നെ ഒരു ചുവന്ന പൊട്ടുണ്ട്. അതിന് മുകളിൽ കിരീടം തുടങ്ങുന്ന ഭാഗത്ത് പച്ച കുഞ്ഞു കുഞ്ഞു കല്ലുകളുള്ള ഒരു മാല കൊണ്ട് ഒരു പ്രത്യേക അലങ്കാരം. പിന്നെ ഗണപതിയുടെ ഒരു സ്വർണ്ണ നിറത്തിലൊരു കിരീടം ഉണ്ട്, ഒരു ചുവപ്പ് കല്ല് പതിപ്പിച്ചിട്ടുള്ളത്. അതാണ് ശിരസിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു ഗണപതിയായിട്ടിരിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് പ്രാർത്ഥിച്ചോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ. സുന്ദരിയായിട്ട് അടിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത്. മകരച്ചൊവ്വയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമൊക്കെ മുഖത്തുണ്ട്. നമ്മളെ വേണ്ടുപോലെ ഇങ്ങനെ നിറയെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഒരു അമ്മയായിരുന്നു കേട്ടോ. അമ്മ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു വലിയ സ്വരൂപത്തിലാണ് ഇന്നലെ ഭഗവതി ഇരിക്കുന്നത്. നല്ല കുട്ടിയൊന്നും അല്ലാട്ടോ, കുറച്ച് വലിയ സ്വരൂപമാണ്. ചുവന്ന നിറത്തിലാണ് പട്ടുടയാട ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ ഒരു കാശുമാല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാശ് കൊണ്ടുള്ള മാലയായിരുന്നു. പിന്നെ സ്വർണ്ണപ്പൊട്ടുകൾ 3 എണ്ണം വേറെയും കഴുത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ നല്ല വലിപ്പത്തിലാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. 2 കാതുപൂക്കൾ, 2 കമ്മല് പോലെ വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടുണ്ട്. ചെറുതായി ഒന്ന് തുറന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട് ആ ചുണ്ടുകൾ എന്ന് തോന്നുന്നു. നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടുണ്ട്, പിന്നെ അർദ്ധവൃത്താകൃതിയിൽ ഒരു സ്വർണ്ണപ്പൂവുണ്ട്, പിന്നെ ഒരു സ്വർണ്ണപ്പൂവ് കുഞ്ഞു കുഞ്ഞുതാട്ടതൊക്കെ അങ്ങനെ നെറ്റിയിൽ ചൂടിയിട്ടുണ്ട്. പിന്നെ കിരീടം ചെറിയ 2 കുഞ്ഞു കിരീടങ്ങളാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അത് മതി, അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ തെച്ചിപ്പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയിൽ ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. അതും ഇങ്ങനെ കഴുത്തിലൂടെ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന നമ്മുടെ അമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ. പിന്നെ ഇന്നലെ മകരച്ചൊവ്വ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് അമ്മേനെ കാണാനും പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഭഗവതി ഉണ്ടല്ലോ, മച്ചിലെ ഭഗവതിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകരച്ചൊവ്വയ്ക്കും വിശേഷമാണ്. അപ്പോൾ അവിടെയും ഭഗവതിയെ പോയി തൊഴുതു. നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മ തന്നെയായിരുന്നു. ഭഗവതി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കാണാത്തവർക്കും എല്ലാവർക്കും വേണ്ടുവോളും ഭഗവതി അമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പനും സുന്ദരനായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മഞ്ഞ ഉടയാടെയാണ്. അരയിൽ ഗണപതിക്കുള്ളത് പോലെ തന്നെ ചുവപ്പ് പട്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട്. അതേപോലെ ചുവപ്പ് ഉത്തരിയും ഉണ്ട് കേട്ടോ. പക്ഷെ ആ ഉത്തരിയും ഇങ്ങനെ കഴുത്തിലൂടെ തോളിലൂടെ അല്ല ഇട്ടിരിക്കുന്നത്. ആ കിരീടത്തിന്റെ ഭാഗത്തായിട്ടൊന്ന് ചെറുതായിട്ട് ഉത്തരി അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഉടയാടകൾ. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിൽ 2 മാല, കഴുത്തിലൊരു പൊട്ട് വെച്ചിട്ടുണ്ട്, കാതിൽ പൊട്ടുകളാണ്, നെറ്റിയിലൊരു പൊട്ട്. നന്നായി ചിരിച്ചുകൊണ്ടായിട്ടിരിക്കണേ. നല്ല ഭംഗിയുണ്ട് മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട്. നല്ല സന്തോഷമുണ്ട് അയ്യപ്പന്റെ മുഖത്ത്. പിന്നെ അയ്യപ്പന്റെ ഒരു കിരീടം, സ്വർണ്ണ നിറത്തിലൊരു കിരീടം, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുതോളൂ. എല്ലാവരും അയ്യപ്പൻ്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ആർട്ട് ലൈഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ വന്നിട്ടുള്ള ചോദ്യമാണ്. കാലിലെ ആണി രോഗത്തിന്
എന്ത് വഴിപാടാണ് ഭഗവാന് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയാം എന്ന് വിചാരിക്കുകയാണ്. ആണിരോഗമൊക്കെ കാലിന് വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ശീവേലിക്ക് ഒപ്പം പ്രദക്ഷിണം വെക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. ശീവേലിയുടെ ഒപ്പം ഒരുപാട് ഭക്തർ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ പ്രദക്ഷിണം വെക്കാം. ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ 3 നേരം ശീവേലിയൊക്കെ ഉണ്ട്, അതിന് ചുറ്റും നമുക്ക് പ്രദക്ഷിണം വെക്കാം. അതേപോലെ തന്നെ ഈ പള്ളിവേട്ടയ്ക്ക് ആറാട്ടിൻ്റെ സമയത്ത് പള്ളിവേട്ടയ്ക്ക് പുറത്ത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് അകത്തൊരു പ്രദക്ഷിണം ഉണ്ടാവുമല്ലോ, ഓട്ടപ്രദക്ഷിണം. അതിൻ്റെ പുറകിലൊക്കെ ഓടി പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. ഈ കാലിന് പ്രത്യേക ആണിരോഗമൊക്കെ ഉണ്ടെങ്കിൽ, ആണിരോഗം മാത്രമല്ല കേട്ടോ, കാലിനുള്ള എല്ലാ രോഗങ്ങളും മാറ്റിത്തരും, മാറും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് തൊട്ടടുത്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ ശീവേലിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഭഗവാന്റെ ഒപ്പം പ്രദക്ഷിണം വെക്കുക. ഇപ്പം ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം, ധാരാളം ഭക്തരാണ് ശീവേലിക്ക് ഭഗവാനൊപ്പം പ്രദക്ഷിണം വെക്കാനായിട്ടുണ്ടായിരിക്കുക. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷെ അത് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട്, അതിലൂടെ നമുക്കും ഒന്ന് സന്തോഷിക്കാനായിട്ട് അങ്ങനെ പ്രദക്ഷിണം വെക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിനുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഭഗവാൻ മാറ്റിത്തരും. ഭഗവാനെ പുറകെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ. ശരിക്കും ഭഗവാൻ നമ്മുടെ പുറകിലാണ് നടക്കുക എന്നാ പറയാം, തൻ്റെ ഭക്തരുടെ പുറകിലായിട്ടാണ് ഭഗവാൻ നടക്കുക എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കാലിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ ആണിരോഗമാണെങ്കിലും ശീവേലിക്ക് പ്രദക്ഷിണം വെക്കാം ഭഗവാന്റെ ഒപ്പം, ഭഗവാന്റെ പുറകിലായിട്ട്. അപ്പോൾ ആണിരോഗം മാറിക്കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആൾരൂപം ഉണ്ടായിരിക്കുമല്ലോ, അവിടെ കാലിൻ്റെ രൂപം ഉണ്ടായിരിക്കും, കാലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ കാലിൻ്റെ അണിരോഗം മാത്രമല്ല, ഏത് അസുഖങ്ങൾക്കാണെങ്കിലും കാലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാലില്ലെങ്കിലും പൂർണ്ണമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാവുമല്ലോ, സ്ത്രീരൂപം, പുരുഷൻ്റെ രൂപമൊക്കെ. അത് നമുക്ക് എന്താണോ നമ്മുടെ പ്രാർത്ഥന അതിനനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ആൾരൂപം എടുത്ത് വെച്ചിട്ട് സമർപ്പിക്കാം കേട്ടോ. ഇത് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സ്വന്തമായിട്ട് നമുക്കത് വാങ്ങി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ, ഇപ്പോൾ സ്വർണത്തിൻ്റെ വെള്ളിയൊക്കെ അത് ഓരോരുത്തരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാമെങ്കിൽ അങ്ങനെയും സമർപ്പിക്കാം. അപ്പം ഇതൊക്കെയാണ് പൊതുവെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ കേട്ടോ. അപ്പം ഇനി വരുന്ന സമയത്ത് ശീവേലിക്ക് ഒപ്പം തന്നെ പ്രദക്ഷിണം വെച്ചോളൂ. ആണിരോഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നടക്കാനൊക്കെ, അതിനെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വിജി വിനയ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്തെ കിണ്ടിയിൽ വെള്ളം വെക്കേണ്ടത് വിളക്കിൻ്റെ ഏത് വശത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ വിഗ്രഹമൊക്കെ വെക്കണം. അപ്പോൾ ഏത് ദിശയിലും വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് അതിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്. അപ്പോൾ അതിന് ചുവടായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ചോദ്യമാണല്ലേ, കിണ്ടി എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതെ, എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് വേണം കിണ്ടി വെക്കാനായിട്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സപ്പോസ് ഗുരുവായൂരപ്പൻ കിഴക്ക് വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുക പടിഞ്ഞാറോട്ട് ദർശനമായിട്ടായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അപ്പം നമ്മുടെ വലതുവശം എവിടെയാണോ അവിടെയാണ് കിണ്ടി വെക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ കിണ്ടിയുടെ മുരലുണ്ടല്ലോ, അതായത് അതിൻ്റെ ആ ഒരു വാല് കിഴക്കോട്ട് വേണം തിരിച്ചു വെക്കാനായിട്ട്. അങ്ങനെയാണ് പറയാറ്. നമ്മുടെ വലതുവശത്തായിരിക്കണം കിണ്ടി ഉണ്ടാവേണ്ടത്, കിണ്ടിയുടെ വാല് കിഴക്കോട്ടായിരിക്കണം തിരിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണ് കിണ്ടി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ വീടുകളിലും വ്യത്യസ്തമായിരിക്കും, ഓരോ ദിശകളൊക്കെ വ്യത്യാസമാണ്. ഏത് ദിശയിലാണ് വെക്കുക എന്നുള്ളത് നമ്മളവിടെ ചെന്ന് നിന്നാലേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓരോരോ വീടുകളിലും എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ എവിടെ നിന്നാലും ഭഗവാൻ എവിടെ വെച്ചിരുന്നാലും നമ്മുടെ വലതുവശത്തായിരിക്കണം കിണ്ടി ഉണ്ടാവേണ്ടത്. ശരിക്കും അതൊരു പഞ്ചഭൂത സങ്കല്പമാണ്. പഞ്ചഭൂതങ്ങളിലെ ജലത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, അതിന് വേണ്ടിയിട്ടാണ് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് വരുന്ന വേറൊരു സംശയം, നമ്മൾ വെള്ളം വെച്ചുല്ലോ, ഈ വെള്ളം എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അതെങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെറിയ കിണ്ടികളിൽ കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് എടുക്കണ്ടോ ആ ഒരു സങ്കല്പം, അതിനു വേണ്ടി മാത്രം കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് കഴിഞ്ഞാൽ ആ ഒരു വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് ഒരു തുളസിയിൽ അതിലിടാം. അപ്പോൾ അത് തുളസി തീർത്ഥായി, അപ്പോൾ നമുക്കത് സേവിക്കാം, നമുക്ക് കുടിക്കാം, ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ കൊടുക്കാം. പിന്നെയും ചിലപ്പോൾ അത് ചിലവർക്ക് അധികമായിട്ട് വെച്ചു, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ചിന്ത വരും. ഇനിയിപ്പോൾ അത് സിങ്കിൽ കൊണ്ടുപോയി കളയാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് കുറച്ച് വെള്ളം എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അധികമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അത് കുടിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കുപ്പിയിൽ കൈ പിടിക്കാം, ഇപ്പോൾ കുടിക്കുകയാണെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ പിന്നെ വല്ല പുഴയിലോ അങ്ങനെ കൊണ്ടുപോയിട്ട് അത് ഒഴുക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറുള്ളത് കേട്ടോ.
അപ്പം കിണ്ടിയിൽ വെള്ളം വെക്കുമ്പോൾ വളരെ കുറച്ച് വെക്കുകയാണ് ഏറ്റവും നല്ലത്. എന്താണെങ്കിലും കുറച്ചാണ് നല്ലത്. ആ ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രം നമ്മളത് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ വലതുവശത്താണ് കിണ്ടി വെക്കേണ്ടത്. കിണ്ടിയുടെ മുരൽ കിഴക്കോട്ട് ദർശനമായിട്ട് വേണം വെക്കാനായിട്ട്. ഇനി എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്കൊരു മൂത്ത പെൺകുട്ടിയുണ്ട്, രണ്ടാമതൊരു കുട്ടി ആൺകുട്ടി ആവണം എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മഞ്ചാടി കൊണ്ട് തുലാഭാരം നടത്താമെന്നും പ്രാർത്ഥിച്ചു. പക്ഷെ പ്രസവിച്ചപ്പോൾ അത് പെൺകുഞ്ഞായിട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഇനി അങ്ങനെ തുലാഭാരം നടത്തണോ? കാരണം ആൺകുട്ടി ആയാലാണ് അങ്ങനെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നടത്തണോ? ഇനിയിപ്പോൾ നടത്തി കഴിഞ്ഞാൽ വിരോധം ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ എല്ലാവർക്കും വരാം. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ചിലപ്പോൾ ഭഗവാൻ വിചാരിച്ചതേ ഇനിയും ആൺകുട്ടികൾ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ, അങ്ങനെയായിരിക്കാം. ഇപ്പം നമ്മൾ ഇനിയും ഒരു കുഞ്ഞിനെ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തത് ആൺകുട്ടിയായിരിക്കും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ ഭഗവാനേ അറിയുള്ളൂ. അതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മൾക്ക് അറിയില്ല പല കാര്യങ്ങളും, ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഭഗവാന്റെ തീരുമാനങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാകാം, അതായിരിക്കാം ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, അതിനൊരു ആൺകുട്ടിയുടെ പോലത്തെ ഒരു സാമർത്ഥ്യം, കഴിവും ധൈര്യവും ഒക്കെ ഭഗവാൻ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയും ആവാം. അപ്പോൾ ഇതെല്ലാം ഭഗവാനാണ് അറിയുക. നമുക്ക് ഭഗവാനോട് അടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ തുലാഭാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിൽ വിരോധവും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ ആൺകുട്ടി ആയിക്കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണോ അതിനനുസരിച്ച്. ഇനിയിപ്പോൾ അത് നൽകാൻ ഭഗവാനെ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നടത്താം, അതും ഭഗവാന് സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കത് നടത്താനായിട്ട് അയ്യോ വേണ്ട എന്ന് തോന്നുകയാണെങ്കിലും വിരോധമല്ല കേട്ടോ, അതൊന്നും അവിടെ വിരോധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ചിന്തകൾക്കനുസരിച്ച് അതൊക്കെ ചെയ്യാന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇനി ഒരു കുട്ടി കഥ പറയാം കേട്ടോ. നമ്മുടെ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുറുമ്പുകൾ കാണിക്കും. അങ്ങനെയുള്ള ഒരു കുറുമ്പ് തന്നെയാണ് ഇന്നും പറയാനായിട്ടുള്ളത്. ഭഗവാനെ നാമം ചൊല്ലാനായിട്ട് യശോദാമ്മ, ഭഗവാനുണ്ട് രാമേട്ടനും ഉണ്ട് കേട്ടോ, രണ്ടുപേരെയും കുളിപ്പിച്ച് ഒരുക്കിയിട്ട് വരൂ നാമം ചൊല്ലൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവരിക. അപ്പം അതാണെങ്കിലോ യശോദാമ്മ നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മധുരമുള്ള പാൽപ്പായസമാണല്ലോ, നമ്മുടെ ഭഗവാനാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടിരിക്കണു. അങ്ങനെ നേദിക്കാനായിട്ടാണ് ഓരോ ദിവസം ഓരോന്നും ഉണ്ടാക്കുക. അപ്പോൾ അത് കൊണ്ടുവന്ന് വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു, വേഗം അതെടുത്ത് കുടിച്ചു. കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് കുടിച്ചു കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ചിന്ത വന്നത്, അയ്യോ ഇനിയിപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞാലോ ഈ പായസം എടുത്ത് കുടിച്ചതിനെ, അപ്പോൾ എന്താ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ആ വിളക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഈ വിളക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം പിണങ്ങി പോയിട്ടുണ്ടായിരുന്നേ, അതായത് ആ വിളക്കിനെ കെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കിനോട്, അല്ല നീ കഴിഞ്ഞ ദിവസം പിണങ്ങി പോയ വിളക്കല്ലേ വിളക്കേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിളക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എടുത്തിട്ട് ഈ പായസത്തിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന വിളക്കില ഒഴിച്ചാൽ കൊടുത്തു. വിളക്കിൽ പായസം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, തിരി കെട്ടുപോകൂലോ. അപ്പോൾ പിന്നെയും അമ്മേനെ വിളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അമ്മ എന്തായാലും ഇത് കാണുമെന്നറിയാം. അമ്മയെ ഒന്നും കൂടി വേഗം വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി വിളക്ക് കെട്ടിട്ടുണ്ട്, എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ എന്താ ഉണ്ണി കാണിച്ചിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണി പറയണേ, അമ്മേ ഈ വിളക്ക് കഴിഞ്ഞ ദിവസം പിണങ്ങിപ്പോയതായിരുന്നില്ലേ, അതിൻ്റെ ആ പിണക്ക് മാറാനായിട്ട് അതിന് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പായസം കുടിക്കാൻ കൊടുത്തതാണ്. ഞാൻ ആ പായസം എടുത്ത് കൊടുത്തു, ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ വിളക്ക് എന്താ ചെയ്തേ, ആ പായസമൊക്കെ വയറ് നിറച്ച് കുടിച്ചിട്ട് അത് മയങ്ങിപ്പോയി എന്ന് പറയാം. അതായത് ഉറങ്ങിപ്പോയി വിളക്ക് കെട്ടു എന്നാണ് പറയണതേ. യശോദാമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള കുട്ടിക്കുറുമ്പുകളാണ് കാണിച്ചു വെക്കണതേ. അപ്പം ഇനിയിപ്പോൾ ഈ വിളക്ക് മാറ്റിയിട്ട് പുതിയൊരു വിളക്ക് വന്നിട്ട് അങ്ങനെ കൊളുത്തി വെക്കണം. പായസമൊന്നും ഇനി ഇല്ല, അതൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊക്കെ കുടിച്ചിരിക്കുന്നു വയറ് നിറച്ച്. ഇങ്ങനെ ഓരോരോ കുറുമ്പുകളാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചില ദിവസങ്ങളിലാണ് കേട്ടോ. ചില ദിവസമാണെങ്കിലോ ഈ പൂജാമുറയും പൂജയൊക്കെ വലിയ ഇഷ്ടമാണ്. മണിയടിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ചൊല്ലിയിട്ട് ഭഗവാൻ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് പൂജയൊക്കെ ചെയ്യാം. ഇത് ചില ദിവസങ്ങളിൽ കേമനായിട്ടാണ് ചെയ്യുക. ചില ദിവസമാണെങ്കിലോ ഇങ്ങനെ ഓരോരോ കുറുമ്പുകളാണെങ്കിൽ കാണിച്ചു വെക്കും. ഈ കുറുമ്പുകളാണെങ്കിൽ ഇത് കഴിയില്ല കേട്ടോ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരം ഒരു കുട്ടിക്കുറുമ്പനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പല തവണ പറഞ്ഞിട്ടുണ്ട്. പാടിയ എണ്ണയെ കുറിച്ചിട്ടാണെങ്കിലും അതേപോലെ വിളക്ക് കൊളുത്തുന്ന എത്ര തിരി ഇടണം എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് വിസ്തരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ. ഇനി ഇതുവരെ പറയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെ അടുത്ത ചോദ്യങ്ങളെ സംശയങ്ങളെ കുറിച്ചൊക്കെ പറയാം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയണമല്ലോ. 2 ദിവസമായിട്ട് നാമജപം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 ദിവസത്തെ നാമജപം 5,09,403 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതേപോലെ അലങ്കാരങ്ങളും ഇങ്ങനെ ഭക്തരുടെ സംശയങ്ങളും പറ്റുമെങ്കിൽ ഒരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.